Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പല രീതിയിലും ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു മധുരവും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാം. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ സ്കിന്നോട് കൂടി എടുക്കാം, അല്ലെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് എല്ലോട് കൂടിയ കഷ്ണങ്ങളും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ ലെഗ്, അതുപോലെ വിങ്സ്, ചിക്കൻ ബ്രസ്റ്റ്, അങ്ങനെ ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഞാനിവിടെ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചേരുവകളായിട്ട് ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി, ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ 2 മുട്ട ചേർക്കാം. 3/4 കപ്പ് മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്കൊന്ന് പുരട്ടി എടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/3 ഭാഗം നമുക്ക് ഓയിൽ ചേർക്കാം. ഏത് റിഫൈൻഡ് ഓയിലായിരുന്നാലും മതി. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഫ്ലേവറുള്ള ഒരു ഓയിലും യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസസ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ ചിക്കൻ നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട്. അതിനുശേഷം നമ്മളിത് ഡ്രെയിൻ ചെയ്ത് മാറ്റുക. ഇത് നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്, എന്നാലാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ സമയത്തും ഇത് ക്രിസ്പി ആണ്, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ അതങ്ങനെ കുഴഞ്ഞു പോലെ ആവും. അതുകൊണ്ടാണ് നമ്മളിത് ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. അതാണ് സാധാരണ ഫ്രൈഡ് ചിക്കനിൽ നിന്നും ഈ ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കനിലുള്ള ഒരു വ്യത്യാസം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സമയത്ത് ക്രിസ്പി ആയിട്ട് തന്നെ തോന്നും, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആയിട്ട് പോകും. പ്രത്യേകിച്ച് നമ്മളിത് സോസൊക്കെ ചേർത്ത് വരുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മളിത് ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്ത ബാച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരുന്നാലും ആ ഒരു ക്രിസ്പിനെസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ തവണ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കളറാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് മനസ്സിലാവും. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എണ്ണ തോരാനായിട്ട് വയ്ക്കാം. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കനാണ്. ഇത് നമുക്ക് സോസൊക്കെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തിരുന്നാലും ഈ ഒരു ക്രിസ്പിനെസ് അതേപോലെ തന്നെ കാണും. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ആ ഓയിലിലേക്ക് ഇറങ്ങണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഒത്തൻറ്റിക് ആയിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കനിലേക്ക് നമ്മൾ കൊറിയൻ ചില്ലി പേസ്റ്റ് ആണ് ചേർക്കാറുള്ളത്. അപ്പോൾ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറച്ചും ചില്ലി സോസ് ആണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കനിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് റൈസ് സിറപ്പാണ് ചേർക്കേണ്ടത്, 2 ടേബിൾ സ്പൂൺ. അതില്ലാന്നുണ്ടെങ്കിൽ പകരത്തിന് നമുക്ക് ഹണി ചേർക്കാം. ഇനി ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നമ്മളിവിടെ ഡബിൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസ് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ സോസും ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസ് ഈ ചിക്കൻ പീസസിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് കോട്ടായി കിട്ടണം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്ത് ആ സോസ് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഈ ചിക്കനിലേക്ക് അത് പെട്ടെന്ന് തന്നെ കോട്ടായി ഡ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് കോട്ടായി അതിങ്ങനെ തമ്മിൽ സ്റ്റിക്ക് ആവാതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഹണിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഈ ഒരു ചിക്കനിൽ നല്ലൊരു ഗ്ലേസിങ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അങ്ങനെ വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ക്രിസ്പിയും അതേപോലെ ചെറിയ മധുരവും നല്ല സ്പൈസി ആയിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് കുറച്ച് എള്ളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നത്. എള്ളിൻ്റെ അളവ് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇത് ഫ്രൈ ചെയ്ത് നമ്മളിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരുന്നാലും ഈ ഒരു ക്രിസ്പിനെസ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു മധുരവും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കൊണ്ട് ഒരു തവണയെങ്കിലും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.